ശരി, അസ്ലം കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, കെ സുധാകരന്റെ വാർത്താ സമ്മേളനമാണ്, ഒരു പൊട്ടിത്തെറി അതിനകത്തുണ്ട്. നേതൃത്വം പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ, അതിനപ്പുറത്തേക്കുള്ള ഒരു അഭിപ്രായം ഉയർന്നത് അവിടെ നിന്നാണ്. അതിന്റെ ഒരു ആകത്തുക സതീഷിന് അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട എന്നത് തന്നെയായിരുന്നു. വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ധന്യ, PV അൻവർ വരുന്നില്ലെങ്കിൽ വരേണ്ടതില്ല എന്നൊരു മൂഡിലാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ. VD സതീശനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമാണ് അത്തരമൊരു നിലപാടിന്റെ പ്രധാനപ്പെട്ട വക്താക്കളായി നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള നേതാക്കളൊക്കെ ഇക്കാര്യം പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെ അങ്ങ് PV അൻവറിനെ വിട്ടുകളയേണ്ടതില്ല എന്ന ഒരു നിലപാടാണ് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾക്കുള്ളത്. PV അൻവറുമായി ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ചയ്ക്ക് പാർട്ടി നേതൃത്വം നിയോഗിച്ചത് കെ സുധാകരനായിരുന്നു. സുധാകരൻ മഞ്ചേരിയിലെത്തി PV അൻവറുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് PV അൻവർ കെ സുധാകരന് മുന്നിൽ വെച്ച കുറെ നിർദ്ദേശങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ മുന്നണി പ്രവേശനം തന്നെയാണ്. അതടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂലമായൊരു നിലപാടെടുക്കാം എന്ന് ഉറപ്പ് നൽകിയതിനു ശേഷമാണ് കെ സുധാകരൻ മഞ്ചേരിയിൽ നിന്ന് ഇവിടേക്ക് മടങ്ങുന്നത്, കണ്ണൂരേക്ക് മടങ്ങുന്നത്. പക്ഷേ അതിന് പിന്നാലെയാണ് സുധാകരൻ അടക്കമുള്ള ആളുകളുടെ ഈ നിലപാടിനെ തള്ളിക്കൊണ്ട് VD സതീശനെ അനുകൂലിക്കുന്നവരും VD സതീശനും സതീശന്റെ ഒപ്പമുള്ള ആളുകളും രംഗത്തെത്തുന്നത്. അത് സ്വാഭാവികമായും കെ സുധാകരനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതായത് തന്നെ ഒരു ദൗത്യത്തിനയക്കുകയും അക്കാര്യത്തിൽ ആ ഒരു ചർച്ചയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നതിനിടയിൽ പരസ്യമായി ഇദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, അൻവറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ എത്തിയതാണ് ഇപ്പോൾ കെ സുധാകരനെ ചൊടിപ്പിച്ചിരിക്കുന്നതെന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ ഒറ്റയ്ക്കല്ല ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്, അതൊരു കൂട്ടായി എടുക്കേണ്ട തീരുമാനമാണെന്ന് കെ സുധാകരൻ സംശയമൊന്നുമില്ലാതെ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, UDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ PV അൻവറിനെ സ്വാഗതം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മുന്നണിക്കുള്ളിൽ മറ്റ് ഘടകകക്ഷികൾക്കൊന്നും കാര്യമായ അഭിപ്രായ പ്രശ്നങ്ങളൊന്നും ഇല്ലതാനും. അതുകൊണ്ട് തന്നെ അൻവറിനെ ഒഴിവാക്കേണ്ടതില്ല എന്ന നിലപാടാണ് കെ സുധാകരൻ ആദ്യഘട്ടം മുതൽ തന്നെ സ്വീകരിക്കുന്നത്. ആ നിലപാട് അദ്ദേഹം ഒരിക്കൽ കൂടി അരക്കിട്ട് ഉറപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. അതായത് അൻവറിനെ അത്രമേൽ നിസ്സാരനായി തള്ളിക്കളയാൻ കഴിയുന്ന ഒരാളല്ല. നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പ് UDFിനെ സംബന്ധിച്ചും ഒരു അഭിമാന പ്രശ്നമാണ്. സ്വാഭാവികമായും അൻവറിനെ ഒപ്പം നിർത്തിക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ വിജയം നേടുക, പോരാട്ടത്തിൽ ജയിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനിടയിൽ ഇത്തരത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ സുധാകരൻ മാത്രമല്ല മറ്റു ചില നേതാക്കൾക്ക് അടക്കമുള്ളവർക്കും അതൃപ്തിയുണ്ട്. കെ സി വേണുഗോപാലിനെയും അടൂർ പ്രകാശിനെയും ഒക്കെ പോലെയുള്ള നേതാക്കളും അത് ഭംഗ്യന്തരേണ ഇപ്പോൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചോദിച്ചിരുന്നല്ലോ, അതിനോട് എങ്ങനെയായിരുന്നു സുധാകരന്റെ പ്രതികരണം? അത്തരം കാര്യങ്ങളോടൊന്നും കെ സുധാകരൻ അനുകൂലിക്കുന്നില്ല. അദ്ദേഹം പൂർണ്ണമായും അത് തള്ളിക്കളയുകയാണ്. അത്തരത്തിൽ സ്ഥാനാർത്ഥിക്കെതിരായി പറഞ്ഞത്, ഒപ്പം പ്രതിപക്ഷ നേതാവിനെതിരെ നേരത്തെ ഉയർത്തിയ ആരോപണങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അല്ല പ്രധാനപ്പെട്ട ഒരു വിഷയം. അതൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കില്ല. മാത്രമല്ല, കോൺഗ്രസിലെ ചില നേതാക്കളുടെ ഭാഗത്തു നിന്ന് അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്ന ചില അൻവറിനെതിരായ ചില പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളൊക്കെ ഈ ഇത്തരം പരാമർശങ്ങളുടെ ഭാഗം ഒക്കെ പ്രതിഫലനം എന്ന നിലയ്ക്കാണ് ചില നേതാക്കളുടെ ഭാഗത്തു നിന്ന് അൻവറിനെതിരായിട്ടുള്ള ചില നിലപാടുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതിനെ ആ അർത്ഥത്തിൽ എടുത്താൽ മതി. അത് വലിയ തോതിൽ വലിയ ആഴത്തിലേക്ക് അതിന്റെ കൊണ്ടുപോകേണ്ടതില്ല, അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അതായത് അതിനെയൊന്നും കെ സുധാകരൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ, നിർണായകമായ തെരഞ്ഞെടുപ്പിൽ അൻവറിനെ പൂർണ്ണമായും കൈവിട്ട് കളയരുത് എന്ന് തന്നെയാണ് കെ സുധാകരന്റെ നിലപാട്. ആ നിലപാടിന് കുറെ കൂടി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അംഗീകാരം കിട്ടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകളുടെ, അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകളുടെ ഒക്കെ പ്രസ്താവന അത്തരത്തിലാണ്. അതായത് VM സുധീരന്റെ നിലപാടുകൾ ഏതാണ്ട് പാർട്ടിയിൽ ആ നിലപാടുകളുടെ കാര്യത്തിൽ, അൻവറിന്റെ വിഷയത്തിൽ അൻവറിനോടുള്ള നിലപാടിന്റെ കാര്യത്തിൽ VD സതീശൻ കോൺഗ്രസിനുള്ളിൽ ഒറ്റപ്പെടുന്നു എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തെ അനുകൂലിക്കുന്ന കുറച്ച് ആളുകൾ മാത്രമാണ് കടുത്ത നിലപാടിലേക്ക് പോകുന്നത്. ഈ ഘട്ടത്തിൽ സമാധാനപരമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അടിയന്തരമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ UDFിലേക്ക് അദ്ദേഹത്തെ എടുക്കണമെന്നൊരു അഭിപ്രായമൊക്കെ കെ സുധാകരൻ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അതിനു മുമ്പ് തന്നെ ഒരു ചർച്ചയെങ്കിലും പൂർത്തിയാക്കി ഒരു ഉറപ്പെങ്കിലും അൻവറിന് നൽകി അൻവറിനെ ഒപ്പം നിർത്തണം എന്ന് തന്നെയാണ് കെ സുധാകരന്റെ ആ നിലപാട്. എന്തായാലും ആ നിലപാടിനാണ് കുറെ കൂടി കോൺഗ്രസിനുള്ളിൽ കുറെ കൂടി ഭൂരിപക്ഷം കിട്ടുന്നത് നേതൃതലത്തിൽ എന്ന് വേണം കരുതാൻ. മാത്രമല്ല, സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകളോട് ഈ വിഷയം തന്റെ നിലപാട് വളരെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് എന്നുകൂടി കെ സുധാകരൻ പറയുന്നുണ്ട്. മാത്രമല്ല, പിന്നീട് ഭാവിയിൽ PV അൻവർ ബാധ്യതയാകും എന്നൊരു നിലപാടാണല്ലോ ചില നേതാക്കൾ എടുക്കുന്നതെന്ന ചോദ്യവും സുധാകരൻ പ്രതികരിക്കുന്നുണ്ട്. അതായത് അങ്ങനെ അൻവർ വലിയ ബാധ്യതയായി മാറുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അത്തരത്തിൽ അൻവർ UDFിന്റെ തലവേദന സൃഷ്ടിക്കുമെന്ന് കരുതുന്നില്ല. അത്തരം കാര്യങ്ങളൊന്നും അതൊക്കെയൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത്. എന്തായാലും നിലവിൽ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം തള്ളിക്കളയുന്നു.
എന്തായാലും അഭിപ്രായ ഭിന്നത കോൺഗ്രസിനുള്ളിൽ ഉണ്ട് എന്ന് സുധാകരൻ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ആ അഭിപ്രായ ഭിന്നത പരിഹരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നൊരു നിലപാടാണ് ഇത്തവണ ഈ അവസരത്തിൽ കെ സുധാകരൻ എടുക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ആ ഘട്ടത്തിൽ എടുക്കേണ്ട നിലപാടുകൾ കുറെ കൂടി പക്വതയുള്ള നിലപാടുകൾ സ്വീകരിക്കണം, അൻവറിനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം ഈ തെരഞ്ഞെടുപ്പിനെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്ന നിലപാടാണ് സുധാകരൻ ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് അസ്ലം പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ കെ സി വേണുഗോപാലിന്റെ നിലപാട് കുറെ കൂടി പ്രധാനപ്പെട്ടതാകും. കെ സി വേണുഗോപാൽ ഒരുപക്ഷെ ഇന്ന് അൻവറുമായി ചർച്ച നടത്തിയേക്കാം. UDF കൺവീനർ അടക്കമുള്ള ആളുകൾ ഇന്ന് അൻവറിനെ കാണാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ അല്പസമയം മുമ്പ് PV അൻവർ ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം കെ സുധാകരനെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ കെ സുധാകരനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കെ സുധാകരനെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് നേതൃത്വവും ശ്രമിക്കുന്നത്. ശരി സുനിൽ, KR സാജു കൂടി ചേരുന്നുണ്ട്. സാജു, VD സതീഷിന്റെ തീരുമാനത്തോട് ശക്തമായ എതിർപ്പാണ് സുധാകരൻ രേഖപ്പെടുത്തിയത്. അത് അവിടെ തീരുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം വന്ന KC വേണുഗോപാലിന്റെ പ്രതികരണമാണ് വളരെ പ്രധാനപ്പെട്ടത് വിഷയത്തിൽ. കാരണം KCയിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന PV അൻവറിനെയാണ് രാവിലെ നമ്മൾ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അടൂർ പ്രകാശ് ഉൾപ്പെടെ പ്രതികരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പിണറായി സത്തിനെതിരെ നിൽക്കുക എന്നതിൽ അൻവർ പറയുന്നതിനോടാണ്, ഇല്ലെങ്കിൽ അൻവർ പറയുന്നത് പോലെ തന്നെയാണ് UDFന്റെയും നീക്കം, അതാണ് ശരി എന്നുള്ള തരത്തിലുള്ള പ്രതികരണം. അപ്പോൾ പൂർണ്ണമായിട്ടും കെ സുധാകരൻ പറഞ്ഞതുപോലെ ഒരു പിന്തുണ അൻവറിന് മറ്റ് നേതാക്കളും നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ പൊട്ടിത്തെറി കുറച്ചുകൂടി വ്യക്തമാവുന്നു എന്നുള്ളതാണ്. അതിൽ ആർക്കൊക്കെ പരിക്കേൽക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എങ്ങനെ ഇത് പരിഹരിച്ചെടുക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുക? ധന്യ, അൻവറിനെ ഉൾക്കൊള്ളണമെന്ന കാര്യത്തിൽ കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അതെങ്ങനെ വേണം എന്ന കാര്യത്തിലായിരുന്നു സംശയങ്ങൾ നിലനിന്നിരുന്നത്. അതിലാണ് തർക്കങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത് എന്നുള്ളത് വസ്തുതയാണ്. ഇതെങ്ങനെ പരിഹരിക്കും എന്ന ചോദ്യമാണെങ്കിൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ പരാമർശങ്ങൾ അദ്ദേഹത്തിന് വിനയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതായത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളത്. ഹൈക്കമാൻഡ് അംഗീകാരം നൽകി പ്രഖ്യാപനം നടത്തിയതിനു ശേഷം ആ സ്ഥാനാർത്ഥിക്കെതിരെ പരാമർശങ്ങൾ നടത്തുക എന്നത് UDFിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ചേർന്നതാണോ എന്ന ചോദ്യമാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ രാവിലെ മുന്നോട്ട് വെച്ചത്. അത് വളരെ ശരിയായും യാഥാർത്ഥ്യ ബോധ്യത്തോടും കൂടിയുള്ളതാണ്. അതിന് VD സതീശനോ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ മാത്രമൊന്നും ആയിരുന്നില്ല. കെ മുരളീധരനെയൊക്കെ പോലെയുള്ള നേതാക്കളും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ സംസാരിക്കുമ്പോൾ അതേ പ്രതികരണം നടത്തിയുണ്ടായി. അതൊരു പൊതുവികാരമായി ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൽ രൂപപ്പെട്ടു വന്നിരുന്നു. അപ്പോഴും PV അൻവറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടല്ല മുന്നോട്ട് പോകേണ്ടത്, PV അൻവറിനെ കൂടി ഉൾക്കൊണ്ട് കണ്ട് തന്നെയാണ് പോകേണ്ടത്. സമവായം വേണമെന്ന നിലപാടും കൂടി കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. ആ സമവായത്തിന്റെ ചർച്ചകൾക്ക് പ്രവർത്തക സമിതി അംഗം കൂടിയായ രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ തന്നെ തുടക്കം കുറിച്ചിരുന്നു. PV അൻവറിന്റെ പ്രകോപനപരമായ ഇന്നത്തെ പത്രസമ്മേളനത്തിന് തൊട്ടു പിന്നാലെ തന്നെ രമേശ് ചെന്നിത്തല PV അൻവറെ വിളിച്ചു സംസാരിക്കുന്നു. അതിന് പിന്നാലെ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തലയും ഒരു മയപ്പെട്ട സമീപനമാണ് PV അൻവറിനോട് സ്വീകരിച്ചിരുന്നത്. അപ്പോഴും PV അൻവറിന്റെ പരാമർശങ്ങളെ തള്ളിക്കളയുന്നു. അതിനു പിന്നാലെ കെ സുധാകരൻ വരുന്നു. കെ സുധാകരനും PV അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തണം, ഘടകകക്ഷിയാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് കോൺഗ്രസ് നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, അല്ലെങ്കിൽ നിലമ്പൂരിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഒരു പടി കടന്നുകൂടി കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നു. അപ്പോഴും അൻവർ നടത്തിയ പരാമർശങ്ങളെ കെ സുധാകരനും തള്ളിക്കളയുന്നുണ്ട്. പിന്നാലെയാണ് അൻവർ ആഗ്രഹിച്ചിരുന്ന KC വേണുഗോപാലിന്റെ വരവുണ്ടാവുന്നത്. അവിടെ KC വേണുഗോപാൽ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു എന്ന സന്ദേശമാണ് മുഴുവനായി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആ സമവായത്തിന്റെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുക്കുന്നു എന്ന ധ്വനി അദ്ദേഹത്തിന്റെ വാക്കുകൾക്കിടയിൽ ഉണ്ട് താനും. അത് കോൺഗ്രസിലെ ആഭ്യന്തര രാഷ്ട്രീയമായ ഈ നേതാക്കളൊക്കെ തമ്മിലുള്ള യുദ്ധത്തിന്റെ കൂടി ഭാഗമാണ് എന്ന് വിലയിരുത്തേണ്ട ഒരു ഘട്ടത്തിലേക്ക് കൂടി എത്തുകയാണ് കാര്യങ്ങൾ. അവിടെ KC വേണുഗോപാലിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. സമാനമായ നിലപാടുകൾ PV അൻവറിനെ ഉൾക്കൊണ്ടുപോകണം എന്നത് തന്നെയാണ് UDF കൺവീനർ അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കൾക്കുള്ളത്. അത്തരം ആശയങ്ങൾ ഒത്തുചേർന്ന് വരുന്നു ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ്. ഇവിടെ അൻവറിന് കാര്യങ്ങൾ ഗുണകരമായി വരികയാണ്. പക്ഷേ അപ്പോഴും ഒരു കാര്യമുണ്ട്, അൻവർ പറഞ്ഞ പരാമർശങ്ങൾ അദ്ദേഹത്തിന് തിരുത്തി പറയുകയോ മയപ്പെടുത്തുകയോ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ അണികളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമാണ്. അവരെ കൂടി കൊച്ചാക്കി കാണുന്നതാണ് പരാമർശങ്ങളിൽ പലതും
എന്നുള്ളത്. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെയുള്ള പരാമർശങ്ങളാണ് ഉണ്ടായത്. അത് കോൺഗ്രസ് അണികളുടെ വികാരത്തെ കൂടി ബാധിക്കുന്നതാണ്. സ്വാഭാവികമായും അൻവർ നടത്തിയ ആ പരാമർശങ്ങളിൽ നിന്നും അൻവർ പിന്നാക്കം പോകേണ്ടി വരും. അങ്ങനെ പിന്നാക്കം പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ സഹകരിപ്പിച്ചു കൊണ്ടുപോകാനുള്ള തീരുമാനവും പ്രഖ്യാപനവും ഒക്കെ UDFന്റെ ഭാഗമായിട്ടുണ്ടാവും. ഇവിടെ കോൺഗ്രസ് അൻവറിന് വഴങ്ങി എന്ന പ്രതീതി ഉണ്ടാക്കുന്ന ഒരു തീരുമാനവും ഈ ഘട്ടത്തിൽ ഏത് സമവായത്തിന്റെ അടിസ്ഥാനത്തിലാണേലും പ്രതീതി സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസ് നേതൃത്വം. അത് അൻവറിനെ ഉൾക്കൊള്ളണമെന്ന് വാദിക്കുന്ന നേതാക്കളാണെങ്കിലും അൻവർ ഭാവിയിൽ തലവേദന ഉണ്ടാക്കും എന്ന് പറയുന്ന നേതാക്കളാണെങ്കിലും ഒക്കെ ഒരേ സമീപനം ആ വിഷയത്തിലെങ്കിലും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അൻവർ പറഞ്ഞത് പലതും വിഴുങ്ങിക്കൊണ്ട് വേണ്ടി വരും ഇനി UDFന്റെ അസോസിയേറ്റ് മെമ്പർഷിപ്പിലേക്ക് എത്താൻ. അതിന് ആദ്യം അൻവറിന്റെ ഭാഗത്തു നിന്നായിരിക്കും ഒരു തിരുത്തൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ തിരുത്തൽ ഉണ്ടാവണമെങ്കിൽ അൻവറിന് വളരെ ക്രിസ്റ്റൽ ക്ലിയറായ ഉറപ്പ് UDF നേതൃത്വം ഈ ഘട്ടത്തിൽ കൊടുക്കേണ്ടി വരും. അത് KC വേണുഗോപാൽ മുഖേന ലഭിക്കുകയും അങ്ങനെ KC വേണുഗോപാൽ ഇടപെട്ടുകൊണ്ട് സൃഷ്ടിക്കുന്ന ഒരു സമമായ ഫോർമുലയുടെ അടിസ്ഥാനത്തിലായിരിക്കും അൻവറിന്റെ UDF പ്രവേശനം. അല്ലെങ്കിൽ UDFലെ ഘടകകക്ഷിയാക്കുന്നിടത്തേക്ക് പോയില്ലെങ്കിലും അതൊരു അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്നൊക്കെ പറയുന്ന സഹകരണ അടിസ്ഥാനത്തിലുള്ള പ്രഖ്യാപനമാണെങ്കിൽ പോലും അങ്ങനെയായിരിക്കും. അതിലേക്ക് അൻവർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ ഒരു ഘട്ടത്തിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ആണെങ്കിലും മതി എന്ന പരാമർശം നടത്തുന്നുണ്ട്. അതിനെ പോലും പോസിറ്റീവായിട്ടാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ കാണുന്നത്. അൻവർ കീഴടങ്ങുന്നു അല്ലെങ്കിൽ അൻവർ കോൺഗ്രസിന് വഴങ്ങുന്നു എന്ന പ്രതീതി അതിലുണ്ട് എന്ന് വിലയിരുത്തുന്ന നേതാക്കളും അതിനാൽ ഇനി സമവായ ചർച്ചയുമായി മുന്നോട്ട് പോയി പ്രശ്നം വേഗത്തിൽ പരിഹരിക്കുകയാണ് വേണ്ടതെന്ന അഭിപ്രായവും കോൺഗ്രസിൽ ഉയരുന്നുണ്ട്. 30-ാം തീയതി LDFന്റെ സ്ഥാനാർത്ഥി വരും. LDFന്റെ സ്ഥാനാർത്ഥി ഫീൽഡിൽ എത്തുന്നതിന് മുമ്പ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് അൻവറിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടികളിലേക്ക് മുന്നോട്ട് പോവുകയാണ് UDFന്റെ വിജയത്തിന് നല്ലതെന്ന മുതിർന്ന നേതാക്കളടക്കം വിലയിരുത്തുകയും ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തിരക്കിട്ട സമവായ നീക്കങ്ങളാണ് നടക്കുന്നത്. ഇനി അറിയേണ്ടത് KC വേണുഗോപാൽ PV അൻവർ കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്നതാണ്. അല്ലെങ്കിൽ മറ്റു തലത്തിൽ ആശയവിനിമയം നടത്തിക്കൊണ്ട് ഇരുപക്ഷവും ചില പ്രഖ്യാപനങ്ങൾ നടത്തി ഒന്നിച്ചു പോകാനുള്ള തീരുമാനം എടുക്കുന്നതിലേക്കാണോ പോവുകയെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും